ചടങ്ങുകൾ ആരംഭിക്കുന്ന ആ സമയത്തൊക്കെ നമ്മൾ ഏത് ആഗ്രഹത്തോടു കൂടിയാണോ ഈ ഒരു ചടങ്ങ് നടക്കുന്നത് അല്ലെങ്കിൽ അവർ നടത്തുന്നത്, അപ്പോൾ അത് സാധിച്ചു തരാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയും ലോകമെമ്പാടുമുള്ള ആളുകൾ, കുറേയധികം ആളുകൾ ഇന്ന് വഴിപാട് നടത്തുന്നുണ്ട്. അവർക്കൊക്കെയും അവരൊക്കെ ഏതാഗ്രഹത്തോടു കൂടിയാണോ ഈ വഴിപാട് നടത്തുന്നത് അതൊക്കെ സാധ്യതമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി ഈ വിശിഷ്ടാർത്ഥികളൊക്കെ കൂടെ സംസാരിക്കുന്നുണ്ട്, ഒന്ന് രണ്ട് വാക്കുകൾ. അത് നമുക്ക് നമ്മുടെ ഈ ചടങ്ങ് ആരംഭിച്ചതിന് ശേഷം, വിളക്ക് കൊടുത്തതിന് ശേഷമാവാം. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബാബുസ്വാമി പതിവ് പോലെ അദ്ദേഹം ഭഗവാന്റെ വിഗ്രഹം എടുത്തുകൊണ്ട് നമ്മുടെ ക്ഷേത്ര മണ്ഡപത്തിൽ വെച്ചിട്ട് ശ്രീകോവിലിനൊരു പ്രദക്ഷിണം വയ്ക്കുകയും, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഹരീകൃഷ്ണനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഹരീകൃഷ്ണൻ അതുപോലെ നമ്മുടെ ഇന്ന് കുട എടുക്കാൻ വേണ്ടിയിട്ട് ജയചേട്ടൻ ഇവിടെ സ്ഥലത്തില്ല, അതുകൊണ്ട് സുനിൽ മഠത്തിൽ കൂടി ഒന്ന് വരിക. നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. അത് നാമജപത്തോടുകൂടി ഭഗവാന്റെ വിഗ്രഹം ഇപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബാബുസ്വാമി ശ്രീകോവിലിൽ നമ്മുടെ മണ്ഡപത്തിൽ വയ്ക്കുന്നു. അതിനുശേഷം ശ്രീകോവിലിനൊരു പ്രദക്ഷിണം വച്ചതിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വച്ചിട്ടാണ് നമ്മുടെ ഈ ഭഗവാനാണ് ആദ്യം വിളക്ക് കൊടുക്കുന്നത്. അതിനുശേഷമാണ് തിരുവോണ സദ്യ ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് നാമജപത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ചടങ്ങ് ആരംഭിക്കാം. അതിനുവേണ്ടി ഏറെ ഭക്ത്യാദരപൂർവ്വം ബാബുസ്വാമിയെ ക്ഷണിക്കുക. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരികൃഷ്ണ എന്ന് പറഞ്ഞേ നമ്മുടെ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പൊ എല്ലാവരും കസേരയിലിരിക്കുകയായിരുന്നു. ഇത് ചടങ്ങ് വളരെ 10 മിനിറ്റുകളിൽ ആരംഭിക്കുകയാണ്. വിശുദ്ധ അതിന്റെ ഒരു കൂടി ചെറുകൂടി ഓം നമോ ഭഗവതേ വാസുദേവായ സ്വാമിയെ ശരണാഗത. കൈതാരപ്പത്തപ്പൻ്റെ നാട്ടിൽ നിന്നും ഈ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ സന്നിധിയിൽ എത്തിച്ചേരാൻ സാധിച്ചത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. 2010 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഏതാണ്ട് 100-ലധികം പേര് ഇതിനോടകം തന്നെ ഇവിടെ എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതിൽ ഇപ്പോൾ നടക്കുന്ന അഭീഷ്ട സിദ്ധി പൂജയിൽ നടത്തിയ പലർക്കും വിവിധമായ അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് എനിക്കറിയാം. ഇപ്പോൾ നാളെ തന്നെ കഴിഞ്ഞ ആഴ്ച പൂജ നടത്തിയ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ മകൻ ജോലി കിട്ടി നാളെ കൽക്കട്ടയ്ക്ക് പോവുകയാണെന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഒപ്പം തന്നെ എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ച് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് തന്നെ നേരിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ വന്ന സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊരു 5 കൊല്ലം മുമ്പ് എറണാകുളത്തിലെ സ്ഥിരം ബസ് യാത്രക്കാരായിരുന്നു. യാത്രക്കിടയിൽ ഞങ്ങൾക്ക് സമാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അപ്പോഴാണ് ഇടവെട്ടി ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം അടുത്തിടെ അടിമാലിയിലേക്ക് ജോലിക്ക് വന്നു. ഒരു അത്ഭുതം എന്ന് തന്നെ പറയട്ടെ, കഴിഞ്ഞ ഇവിടുത്തെ പ്രതിഷ്ഠാപനത്തിൻ്റെ അന്ന് വൈകിട്ട് അദ്ദേഹം എനിക്കൊരു വോയിസ് ഇട്ടു. ഇടവെട്ടി അപ്പനെ കുറിച്ചുള്ളൊരു ഗാനമായിരുന്നു അത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ച ആദ്യത്തെ കാര്യം, സാറ് ക്ഷേത്രത്തിൽ പോയിരുന്നോ എന്നായിരുന്നു. അപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഈ സാധാരണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ വെണ്ണയാണ് പ്രധാനം. ഇവിടുത്തെ എള്ളെണ്ണയുടെ പ്രാധാന്യം ആ ഗാനങ്ങളിൽ എങ്ങനെ വന്നു എന്നുള്ളതായിരുന്നു എൻ്റെ അത്ഭുതം. ഞാനിവിടെ ജയൻ ചേട്ടനെ വിളിച്ച് ഈ കാര്യം പറയുകയും അദ്ദേഹത്തിന് ആ വോയിസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അദൃശ്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് എത്തിയതാണ് ആ വരിക. അതുപോലെ തന്നെ മറ്റൊരാളെ കൂടി ഞാനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ ഇവിടെ ഔഷധ സേവയിൽ പങ്കെടുത്തൊരു അദ്ദേഹവും ഒരു ഗാനരചയിതാവാണ്, ശ്രീ സുബ്രഹ്മണ്യൻ വരാപ്പുഴ. അടുത്ത വർഷത്തെ ഇടവെട്ടി ഔഷധ സേവയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു ഗാനം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരെയും കാണുവാനും എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും സാധിച്ചതിൽ ഏറെ സന്തോഷം. ഇടവെട്ടി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതിൻ്റെ അനുഭവങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമുക്കിനി ദീപപ്രോജ്വലനത്തിന് ശേഷം രണ്ടുപേരും കൂടി സംസാരിക്കാനുണ്ട്. അതിലേക്ക് കിടക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ ഹരേ കൃഷ്ണ വിശിഷ്ട അതിഥികളെ കൂടി വിളക്കുന്ന സമയത്ത് ബാബുസ്വാമിയാണ് ആദ്യം നേതൃത്വം കൊടുക്കാറുള്ളത്. ഹരേ കൃഷ്ണ കൃഷ്ണ
കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ രഘുസാ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ നമ്മുടെ അടിമാലി ട്രഷറി ഓഫീസർ സാറ് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ പ്രകാശ് ജി ക്ഷണിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ നമ്മുടെ പ്രകാശനെ കൂടി രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ നമ്മുടെ ഒരു ബാബുസ്വാമി ഒരു 2 വാക്കും കൂടി ഇവർ സംസാരിച്ച് നമുക്ക് തുടങ്ങാം. അച്യുതാനന്ദൻ സാറ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ രഘു സാറ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ എത്താതെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് എണ്ണ അഭിഷേകമാണ് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിത. അവർ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഏറെ ആദരവോടുകൂടി അച്യുതാനന്ദൻ സാറിനെ ക്ഷണിക്കുകയാണ്. ട്രഷറി ഓഫീസർ അടിമാലി. ആദ്യമായി സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഇരിക്കുന്നവർക്കും മേടം മാസം പുതുവർഷം പിറന്ന് 9-ാം ദിവസമാണ് ആദിത്യ പുത്രനായ അശ്വിനി ദേവന്മാരുടെ മകൻ നകുലനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഇടവെട്ടി അപ്പൻ്റെ തിരുസന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത്. ആ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയാണ്. ഐശ്വര്യത്തിൻ്റെ ഒരു നല്ലൊരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഗാന പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യാൻ പഞ്ചഭൂതങ്ങളുടെ സവിശേഷമായ അനുഗ്രഹം ആവശ്യമാണ്. പഞ്ചഭൂതങ്ങളെന്ന് പറയുമ്പോൾ അഗ്നി, ജലം, വായു, ഭൂമി, ആകാശം അവയെല്ലാം ചേർന്നാണ് ഒരു മനുഷ്യ ശരീരം സൃഷ്ടിക്കപ്പെടുന്നത്. ആ മനുഷ്യ ശരീരം സൃഷ്ടിക്കപ്പെട്ടാൽ ഇതിലുണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകൾ നമ്മുടെ ശരീരത്ത് അസുഖങ്ങളുണ്ടാകാം. 2018 അതിഭീകരമായ ഒരു അസുഖത്തിന് പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി അങ്ങനെ ഒരു പരീക്ഷണ ഘട്ടം ഉണ്ടാവാതിരിക്കട്ടെ. അതിന് നമ്മുടെ ഇടവെട്ടി അപ്പൻ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഗാന ശകലം സമക്ഷം ഭഗവാന്റെ സമക്ഷവും നിങ്ങളുടെ സമക്ഷവും സമർപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ പാടാൻ പോകുന്നത് ജ്യേഷ്ഠനന്ദനായ യുധിഷ്ഠിര ഭഗവാൻ പ്രതിഷ്ഠിച്ച തൊടുപുഴ അപ്പനെ കുറിച്ചുള്ള വരികളാണ്. സദയം ഇടവെട്ടിയപ്പനെ പാടാൻ പിന്നിലേക്ക് മാറ്റിയത് അനുജനായതുകൊണ്ടാണ്. അതുകൊണ്ട് സദയം എന്നോട് ക്ഷമിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുക. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ.
തൊടുകുറിയ ഹൃദയ തിരുമിഴിയ തൊടുപുഴയപ്പൻ്റെ മുന്നിൽ തൊടുകുറിയ ഹൃദയ തിരുമിഴിയ തൊടുപുഴയപ്പൻ്റെ മുമ്പിൽ ഇടമുറിയാതെ ഒഴുകുന്ന പരിവേദനങ്ങളാലേ അഴിയുന്ന ഭാണ്ഡമായി മാറുന്നു ഞാനും തൊടുകുറിയ ഹൃദയ തിരുമിഴിയ എൻ്റെ തൊടുപുഴയപ്പൻ്റെ മുമ്പിൽ ഇടമുറിയാതെ ഒഴുക്കുന്ന പരിവേദനങ്ങളാലെ അഴിയുന്ന ഭാണ്ഡമായി മാറുന്നു ഞാനും ഈ തിരയിലുലയുന്ന തോണിയായുഴറുന്നു ഞാനും കൃഷ്ണ കൃഷ്ണ നീയൊപ്പിടാനില്ല ആരും അബലയാമെന്നരികിലേക്ക് എത്തിടാനായി ആരും അറ്റുപോകുതിർമണി പൂക്കളായി കൊഴിഞ്ഞിടുമ്പോൾ നിമിഷാദ്രമായി കീഴുന്ന നോവിൽ അറ്റുപോമാശതൻ അത്താണിയായി ഈ മിഴിത്തുമ്പിൽ ഈ മൊഴിത്തുമ്പിൽ അങ്ങല്ലാതെയാര് കൃഷ്ണ അങ്ങല്ലാതെയാര് തൊടുകുറിയാം ഹൃദയ തിരുമിഴിയ എന്നെ തൊടുപുഴയപ്പൻ്റെ മുമ്പിൽ ഇടമുറിയാതെ ഒഴുകുന്ന പരിവേദനങ്ങളാലെ അഴിയുന്ന ഭാണ്ഡമായി മാറുന്നു ഞാനും കണ്ണ കണ്ണ കാർമുകിൽ വണ്ണ എന്നെ തൊടുപുഴ കണ്ണ കായാമ്പൂ വർണ്ണ കനകാംബരധാരി എല്ലോളം തിരയായി അരുകിലെത്തി ചേർക്കുമോ ഈ അഗതിയെ നിൻ സവിധത്തിലെന്നുമെന്നും കണ്ണ കണ്ണ എന്നെ തൊടുപുഴ കണ്ണ കായാമ്പൂ വർണ്ണ കനകാംബരധാരി എല്ലോളം തിരയായി അരുകിലെത്തി ചേർക്കുമോ ഈ അഗതിയെ സവിധത്തിലെന്നുമെന്നും മിഴിനീരാൽ തവ പാദം കഴുകിയെന്നും മോഹസായുജ്യത്തിൽ ലാറാടുവാനായി സംസാരസാഗരം താണ്ടിടുവാൻ
കൃഷ്ണ നാമാക്ഷരമായി ഉരുവിടുന്നു ഞാനും തൊടുകുറിയാ ഹൃദയ തിരുമിഴിയാമെൻ്റെ തൊടുപുഴയ പെണ്ണി മുമ്പിൽ ഇടമുറിയാതൊഴുകുന്ന പരിവേദനങ്ങളാലെ അഴിയുന്ന ഭാണ്ഡമായി മാറുന്നു ഞാനും അഴിയുന്ന ഭാണ്ഡമായി മാറുന്നു ഞാനും കൃഷ്ണ കൃഷ്ണ അഴിയുന്ന ഭാണ്ഡമായി മാറുന്ന ഞാനും. பிரகாஷ் இப்போ என்ன ஒரு பிரசிடென்ட் என்ன சொல்றாருன்னா நீங்கள் இப்போ நாங்கள் இந்த கோயிலை பொறுத்தளவுக்கு மெயினாக வந்து ஒரு மூலிகையோட தயார், அதாவது ஒரு தனித்திரின்னா அது மெடிசின் வந்து நம்ம தயார் தான் மெயின். இங்கே வந்து கும்பிட்றவங்க எல்லாம் அவங்களுக்கு ஒரு நோய் வந்துன்னா கூட அதை பார்த்துட்டு அதுக்கு தகுந்த மாதிரி தான் நம்ம இங்கே பண்ணுறோம். அதனால தான் அவ்வளோ பியூரான ஆயில். ஃபஸ்ட்டு நம்ம வந்து இவர்கிட்ட எள்ளு வாங்கி அந்த எள்ளு கொடுத்துட்டாரு, ஒரு 200 kg எள்ளு கொடுத்து அதை நம்ம இங்கே கொண்டு நாகார்ஜுனையில் கொடுத்து ஆட்டி அதை நாங்கள் இங்கே பார்த்து அதே குவாலிட்டியில் நீங்கள் எங்களுக்கு இது கொடுத்துருக்குறோம். அதனால் நீங்கள் இப்போ இங்கே கோயில் வந்து பார்க்கும்போது உங்களுக்கு என்ன ஒரு வைப்ரேஷன், நீங்கள் கிட்டத்தட்ட கேரளாவில் எல்லா கோயிலும் போயிட்டு இருந்தீங்க, இன்றைக்கி வந்தீங்க, உங்களுக்கு என்ன ஒரு இதுங்கிறது நம்ம ஊரில் மக்கள்கிட்ட சொல்லுங்கள். கிருஷ்ணா சமர்ப்பணம். எல்லாத்துக்கும் வணக்கம். நான் ஃபஸ்ட்டு இங்கே வந்தப்போ இவருடைய அறிமுகம் எனக்கு கிடச்சிது. அதாவது எனக்கு வந்து இங்கே எண்ணெய் சப்ளை பண்ணுறது வந்து ஒரு எதிர்பாராமல் ஒரு கிடைச்ச ஒரு பரிசு. அது கிருஷ்ணருடைய அனுகிரகத்தால் மட்டுமே தான் அது நடக்கும். அதனால தான் இங்கே என்னால் சப்ளை பண்ண முடிஞ்சுது. நான் வந்து தயாரிக்கிற குவாலிட்டி நேர்மையாகவும் குவாலிட்டியாகவும் தயாரிக்கிறோம். ஆனால் என்ன தான் இருந்தாலும் இங்கே சப்ளை பண்ணணுங்கிறது கிருஷ்ணர் மனசு வச்சா மட்டும்தான் நான் இங்கே சப்ளை பண்ண முடியும். எவ்வளோ தான் இது பண்ணாலும் என் கையில் எதுவும் கிடையாது. இது கிருஷ்ணருடைய அனுகிரகம் தான் நான் இது சொல்லுவேன். நான் இங்கே ஃபஸ்ட்டு இந்த கோயிலுக்குள்ளே வரப்போ சாமி கொண்டு வந்து எண்ணெய் கொடுத்தேன், நெய் கொடுத்தோம். அதெல்லாம் கொடுத்துட்டு சாமி தரிசனம் பண்ணிவிட்டு வெளியே வரப்போவே என் மனசு வந்து பாதி லேசான மாதிரி ஒரு ஃபீலிங் ஆச்சு. எனக்கு இங்கே நல்ல ஒரு வைப்ரேஷன் எனக்கு இருந்தது இந்த சாமி கிட்ட வெளியே வரப்போவே. அதாவது என் மனசு பாதியே ஒரு சில இதுகள்லாம் இருந்தது. அதையெல்லாம் வேண்டி தான் நான் இங்கே கும்பிட்டேன். அது இப்போவே நிவர்த்தியான மாதிரி எனக்கு ஒரு ஃபீலிங் எனக்கு கிடச்சது. அப்புறம் இவர் சொல்லுவார், இந்த மாதிரி வந்து நேரில் வந்து பாருங்கள், இங்கே கிட்டத்தட்ட ஒரு 4-5 மாதமாக இவங்களுக்கு நான் என்ன சப்ளை பண்ணிகிட்ருக்கேன், என்னைக்காவது நேரில் வந்து பார்க்கணும் அப்படின்னு எனக்கு ஆரம்பத்துலேருந்தே ஒரு ஆர்வம். கிருஷ்ணர் கோயிலுங்காட்டிக்கு நேரில் வரலான்னு. ஆனால் 2-3 டைமு நான் புறப்பட்டு வரப்பெல்லாம் ஏதோ ஒரு சின்ன வேலையினால் தடங்கள் ஏற்பட்டு என்னால் இங்கே வந்து பார்க்க வர முடியல. இன்றைக்கி எதாச்சியாக வரப்போ இன்றைக்கி திருவோண நட்சத்திரத்தன்னைக்கு நான் இங்கே வந்து பார்க்குறதுங்கிறது என்னுடைய பாக்கியம். அது கிருஷ்ணர் கொடுத்த அனுகிரகம்னு நான் நினைக்கிறேன். ரொம்ப சந்தோஷம். உங்களை எல்லாத்தையும் சந்திச்சதில் எனக்கு ரொம்ப സന്തോഷം. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട പ്രകാശണ്ണന് നമ്മുടെ വിഷുക്കൈനീട്ടം കൊടുക്കാൻ വേണ്ടി ശ്രീരാമ രാമ രാമ ഹരേ ഹരേ തമിഴ്. അപ്പം നമുക്കിനി ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യം ഭഗവാന് വിളമ്പി കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാബുസ്വാമിയാണ്. അതിനുശേഷം മാതൃസമിതി എല്ലാം കിറ്റ് കൂടി ഒന്ന് കൊണ്ടുവരണേ. അതിനുശേഷം വിശിഷ്ട അതിഥികൾ വിളമ്പും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ ആൽഫബറ്റിക് ഓർഡറിൽ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾക്ക് പേര് വിളിക്കും. അതുപോലെ ഇന്ന് ഇവിടെ ഈ വഴിപാട് നടത്തുന്ന ആളുകൾക്ക് എല്ലാവർക്കുമുള്ള പ്രസാദവും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഓരോരുത്തരും വിളമ്പി കഴിയുമ്പോൾ അത് നൽകും. അത് കൂടാതെ ഇന്ന് സെക്രട്ടറി നമ്മുടെ ഭഗവാന്റെ വിഷുക്കൈനീട്ടം ഇന്ന് വിഷുവിന് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് വിഷുക്കൈനീട്ടവും ഇതിനുശേഷം ആ പ്രസാദത്തോടൊപ്പം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ
അനുഗ്രഹം എല്ലാവരിലും പെയ്തിറങ്ങട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാബുസ്വാമി 1.5 വർഷക്കാലത്തോളം തളർന്നു കിടന്ന ബാബുസ്വാമിയെ പിടിച്ച് എണീപ്പിച്ചു കൊണ്ടുവന്ന ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ആദിവ്യാധികളൊക്കെ നീക്കി ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യട്ടെ. എത്രയോ ആളുകൾക്ക് അത്ഭുതകൃഷ്ണനായി ഔഷധകൃഷ്ണനായി വിരാജിക്കുകയാണ് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ എത്രയോ മാസങ്ങളായി തിരുവോണക്കൂട്ട് സദ്യ വളരെ ആചാരപരമായി ആ ഒരു പഴയ ആചാരത്തോടുകൂടി തന്നെ നടത്തുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്നിവിടെ എത്താൻ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ പ്രകാശി പറഞ്ഞതുപോലെ അതൊരു ഭഗവാന്റെ ഒരു നിമിത്തമാണ്. ഭഗവാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് ഇവിടെ എത്താൻ സാധിക്കുക. കാരണം നമ്മുടെ പ്രിയപ്പെട്ട പ്രകാശികളിലൂടെ നമുക്ക് പ്രകാശി എന്നൊരു നല്ലൊരു മനസ്സിന് ഉടമയെ നമുക്ക് ലഭിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയൊരു ടെൻഷൻ ഒഴിവായി. ഭഗവാൻ ഏറ്റവും പ്യൂറായിട്ടുള്ള എള്ളെണ്ണയാണ് ഭക്തജനങ്ങൾ അഭിഷേകം ചെയ്യാനായി സമർപ്പിക്കുന്നത്. ഒരു കുടം എണ്ണ സമർപ്പണം വളരെ വിശേഷമാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം നമുക്കുണ്ടായി. ഇതിനൊക്കെ നിമിത്തമായെന്ന് എനിക്ക് തോന്നുന്നത് ഭഗവാന്റെ ഷഡാകാര പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാൻ പൂർണ്ണ ചൈതന്യവാനായി വിരാജിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2022 നടത്തിയ ഭഗവാന്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം എത്രയോ വലിയ വലിയ മാറ്റമാണ് നമ്മുടെ ക്ഷേത്രത്തിനുണ്ടായത്. ക്ഷേത്രത്തിലെത്തുന്ന എത്രയോ ദൂരദേശങ്ങളിലുള്ള ഭക്തജനങ്ങൾ ഒരൊക്കെയും പറയുന്നവർക്കൊക്കെയും ആ ഒരു വൈബ്, ഭഗവാന്റെ ഒരു വൈബ്രേഷൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ഭുതകൃഷ്ണനും ഔഷധകൃഷ്ണനുമായി വരുകയാണ് ഭഗവാൻ. ഇന്നത്തെ ഈ സുദിനത്തിൽ ഭഗവാന്റെ സമുദ്രത്തിൽ വളരെ ഏറെ പഴക്കം ചെന്ന ഒരു വഴിപാട് ആ ഒരു ആചാരത്തോടു കൂടി തന്നെ നടത്തുകയാണ്. 5000 വർഷങ്ങൾക്കും അപ്പുറത്ത് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യനും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ ആദ്യമായി ഭഗവാനെ പ്രതിഷ്ഠിച്ച് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് നിവേദ്യം സമർപ്പിച്ച ദിനം തിരുവോണം. പിന്നീട് വടക്കൻകൂർ രാജാവ് ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തി. സന്തതികളില്ലാതെ കുഞ്ഞനായിരുന്ന ഭഗവാൻ വടക്കൻകൂർ രാജാവിന് ഭഗവാന്റെ സ്വപ്നദർശനം തിരുവോണത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്ത് അദ്ദേഹം ആ ഒരു ആചാരത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി നടത്തി സൽസന്തതികളെ നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ്. വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ നടന്ന ദേവപ്രശ്നത്തിലൂടെ ഇതെല്ലാം തെളിഞ്ഞു. പിന്നീട് ഏതാണ്ട് 35 വർഷക്കാലമായി എല്ലാ തിരുവോണത്തിനും നമ്മൾ തിരുവോണമൂട്ട് വഴിപാട് ആചാരപരമായി തന്നെ നടത്തുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന 100 കണക്കിന് ഭക്തജനങ്ങളുണ്ട്, വഴിപാടായി നടത്തുന്നവരുണ്ട്. അവർക്കൊക്കെയും അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുകയാണ്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ എല്ലാ മലയാള മാസവും തിരുവോണ നാളിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന തിരുവോണമൂട്ട് സദ്യയിൽ എല്ലാവരും എത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അദൃശ്യമായ സാന്നിധ്യം ഈ തിരുവോണമൂട്ട് സദ്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. ഭഗവാന്റെ ആ തിരുവോണമൂട്ട് സദ്യയിൽ പങ്കുചേരാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ആ ഒരു വലിയ ഭാഗ്യമാണ് നമ്മൾ ഇന്ന് തേടി എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ആളുകളെക്കാൾ അങ്ങനെ ബാബുസ്വാമി ഇന്ന് പതിവ് പോലെ എത്തി തിരുവോണമൂട്ട് സദ്യയിൽ ഭഗവാൻ ആദ്യം വിളമ്പി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം അത് അദ്ദേഹത്തിനുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട രഘു കൈതാരൻ സാറിനെ വിളമ്പി കൊടുക്കാൻ വേണ്ടി ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എത്തിയിട്ടുണ്ട്. ഭാര്യയും കൂടി അദ്ദേഹത്തിൻ്റെ പ്രിയതനും കൂടി ക്ഷണിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ചടങ്ങുകൾ അവസാനിപ്പിച്ചുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വന്തം സഹചാരിയായിരുന്ന പ്രിയപ്പെട്ട രാജുചേട്ടൻ്റെ സംസ്കാര ചടങ്ങുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കും, കുഴപ്പമില്ല. ഇനി ഓരോരുത്തരെയായി താല്പര്യത്തോടെ വിളിച്ചോളാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട രവി സാറ് ഈ തിരുവോണമൂട്ടിന് വിശിഷ്ട അതിഥിയായി എത്തിച്ചേരാം എന്ന് സന്തോഷപൂർവ്വം സമ്മതിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ ഓർഡർ വന്നത്. അദ്ദേഹം ഇതിന് ശേഷം ഇപ്പോൾ ജോലി ടൈമാണ്. നമ്മുടെ തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ സീനിയർ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിൽ തീർച്ചയായും എത്രയോ വർഷങ്ങളായി 2010 മുതൽ ഇവിടുത്തെ ഭഗവാന്റെ ഇടത്തെത്താറുണ്ട് എല്ലാ വർഷവും. അദ്ദേഹത്തിന് കുടുംബത്തിനൊക്കെ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ ഇന്ന് നമ്മൾ അദ്ദേഹത്തിന് വിഷുക്കിരീടം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്രട്ടറി ശ്രീ സിജു ബി പിള്ള അവരുടെ ക്ഷണിക്കും. ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട പ്രകാശിയെ ക്ഷണിക്കുന്നു. ഭഗവാന് ഇന്ന് തിരുവോണമൂട്ട് സദ്യ വിളമ്പി കൊടുക്കാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായി.
ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. பிரகாஷ்ஜி, நல்லபடியாக பகவான்கிட்ட உங்கள் பிஸ்னஸ் எல்லாம் நல்லபடியாக நடக்கும்னு சொல்லி நல்லா வேண்டிட்டு பண்ணோம். പ്രകാശ് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ വലിയൊരു ബിസിനസ്സാണ്, പക്ഷേ അദ്ദേഹം അത് നല്ല നന്മ നിറഞ്ഞ മനസ്സോട് കൂടിയാണ് ചെയ്യുന്നത്. വളരെ ഒരു ആശങ്കയിലായിരുന്നു ക്ഷേത്ര ഭാരവാഹികളൊക്കെ. അപ്പോൾ അതിന് വലിയ പരിഹാരമാണ്. പ്രകാശിയെപ്പോലുള്ള ആളുകൾ ഏറ്റവും പ്യുവറായിട്ടുള്ള എണ്ണ ഭഗവാന് സമർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ഭഗവാന്റെ ഭക്തരൊക്കെ. അപ്പോൾ അതിനൊരു നിമിത്തം എന്നാണ് ഭഗവാനായി കൊണ്ടുവന്ന പ്രിയപ്പെട്ട പ്രകാശിക്ക് ഈ ഗ്രാമത്തിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ആ ഒരു ബിസിനസ് കണ്ടിപ്പാണ് ഇമ്പ്രൂവ് ആയി വരട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അച്യുതാനന്ദൻ സാറിനെ ക്ഷണിക്കുകയാണ്. ഭഗവാൻ വിളമ്പി കൊടുക്കും. കൂടെ ആരാ വന്നേക്കുന്ന അമ്മയുണ്ട്. അമ്മയും സഹോദരിയുമാണ് ചേർന്ന് ഇന്ന് 3 പേരും കൂടിയാണ് ഭഗവാൻ വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അച്യുതാനന്ദൻ സാറിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും ആ ഒരു കുടുംബത്തിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ഞാൻ ആത്മഹത്യക്ക് ഓർഡറിൽ വിളിക്കാം. ആളുകൾ കുടുംബത്തോടൊപ്പം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് എല്ലാ ഐറ്റവും എല്ലാവരും വിളമ്പുന്നതല്ല, എല്ലാ ഐറ്റവും എല്ലാവരും ചേർന്ന് അപ്പം എത്രയും പെട്ടെന്ന് ഈ ഒരു സദ്യ വൃത്തിയാക്കി അദ്ദേഹത്തിലേക്ക് പോകാനുണ്ട്. ഗ്രാമത്തിലെ ആളുകളെ ഭഗവാനെ വർഷങ്ങളായി ഉപാസിച്ച രാജ്യമാണ്. അതുമായി വരേണ്ടത് അഭിജിത്ത് ചിത്തിര നക്ഷത്രമാണ്. അദ്ദേഹം തയ്യാറാക്കി നിൽക്കുന്നു. നമ്മുടെ ഈ അഭിജിത്ത് വന്നിട്ടില്ലേ? അഭിജിത്ത് ചിത്തിര ഉണ്ടോ? അഭിജിത്ത് ചിത്തിര പവിത്ര നീലകണ്ഠന് വേണ്ടിയിട്ട് പവിത്ര നീലകണ്ഠൻ ഇവിടെ എത്തിയിട്ടില്ല. പവിത്ര നീലകണ്ഠൻ പറഞ്ഞിട്ടുണ്ട് വഴിപാട് ചെയ്യുകയാണ്. പവിത്ര നീലകണ്ഠൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ സൗഭാഗ്യം ഉണ്ടാവും. അടുത്ത് ആകാശ് പൂരമാണ്. ആകാശ് ഫാമിലി എല്ലാവരും ആകാശ് പൂരം. നമ്മുടെ ഈ വർഷത്തെ ഭാഗവത സപ്താഹ യജ്ഞം എല്ലാ വർഷവും വൈശാഖ മാസത്തിലാണ്. മെയ് 4 മുതൽ 11 വരെയാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം വരണം. 28ാമത് ഭാഗവത സപ്താഹ യജ്ഞമാണ്. ഇത്തവണ നമ്മുടെ ആചാര്യനായി എത്തുന്നത് തത്തനപ്പള്ളി കൃഷ്ണയ്യരാണ്. ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാവും, 2 കുട്ടികളുണ്ടാവും. ഭാഗവതമായി അത് വലിയൊരു ഭാഗ്യമാണ്. ആ ഒരു കുടുംബത്തിലെ എല്ലാവരും ചേർന്നാണ് ഭാഗവത കഥാമൃതം നമുക്ക് വേണ്ടി പാലനം ചെയ്യുന്നത്. നമുക്ക് പാലം ക്ഷണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അടുത്തത് നമുക്ക് ആകാശ് ആ ഒരു ഫാമിലിയെ ക്ഷണിക്കുകയാണ്. ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ ആകാശ് ആ ഫാമിലി ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നിവിടെ നേരത്തെ ഭഗവാന് വിളമ്പാനുള്ള ഒരു ഭാഗ്യമില്ല. ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹോഷം ജീവിതയാത്ര നവതികൾ ആ കുടുംബത്തിൽ പേരുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത് ദയവായി നിൽക്കേണ്ടത് അക്ഷയ് കാർത്തിക ആ ഫാമിലിയാണ്. അക്ഷയ് ഈ നമ്മുടെ ആകാശ് ആ ഫാമിലിക്ക് നമ്മുടെ പ്രസാദം നൽകാൻ വേണ്ടി ശ്യാമള ചേച്ചി വരികയാവുക. അതുപോലെ അവർക്ക് വിഷു കൈനീട്ടം നൽകാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ സിജു കേൾക്കുന്നു. വിഷു കൈനീട്ടം എല്ലാം വളർന്നല്ലോ സമയം ഉണ്ടായിരുന്നില്ല. അവർക്ക് വിഷു കൈനീട്ടം നൽകുന്നുണ്ട്. അതുപോലെ പ്രസാദം നൽകാൻ വേണ്ടി ശ്യാമള ചേച്ചി ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന്
നമ്മളെ പ്രാർത്ഥിക്കുകയാണ്. ശ്യാമള ചേച്ചി അവർക്ക് പ്രസാദം നൽകുന്നു. അടുത്തത് വരേണ്ടത് അക്ഷയ് കാർത്തിക ഫാമിലി. അക്ഷയ് ഫാമിലി കീഴിലത്ത് നിന്നാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അക്ഷയ ഫാമിലിയാണ് ഇപ്പോൾ ഭഗവാൻ വിളമ്പി കൊടുക്കുന്നത്. ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഇപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ. എല്ലാവരും ചേർന്ന് എല്ലാ ഏറ്റവും ഭഗവാൻ വിളമ്പണം. അക്ഷയ് ആൻഡ് ഫാമിലിയാണ് കീഴിലത്തു നിന്നാണ് ഇന്ന് ടൂറിൽ പങ്കെടുക്കാനായി എത്തിയത്. ഭഗവാന്റെ അനുഗ്രഹം ഈ യാത്രയിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അക്ഷയ് ആൻഡ് ഫാമിലിക്ക് പ്രസാദം നൽകാൻ വേണ്ടി വൈസ് പ്രസിഡന്റ് നമ്മുടെ പ്രസാദം ചേച്ചേട്ട പ്രസാദം കൊടുക്കണം. അതുപോലെ 4 പേർക്കും വിഷുക്കൈനീട്ടമുണ്ട്. ഗവൺമെൻറ് സെക്രട്ടറി സിജു ബിജു. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ എല്ലാ വൈശാഖ മാസത്തിലുമാണ് സപ്താഹം നടക്കാറുള്ളത്. അതിനോടനുബന്ധിച്ച് ഇത്തവണയും ദശാവതാര ചാർട്ടുണ്ട്. മെയ് 1 മുതൽ 11 വരെയാണ് ദശാവതാര ചാർട്ട് നടക്കുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് ഭഗവാന്റെ 11 പരിപൂർണതനായി വിരാജിക്കുന്ന മഹാവിഷ്ണു അവതാരമാണ് 11-ാം തീയതി. 1-ാം തീയതി മുതൽ അത് ആരംഭിക്കും. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ദശാവതാര ദർശനത്തിലേക്ക് കൂടി ക്ഷണിക്കുകയാണ്. അപ്പോൾ അക്ഷയ് ആൻഡ് ഫാമിലി അവർ കീഴിലെത്തുന്നു വന്നു പ്രസാദം നൽകാൻ വേണ്ടി വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും അവർ ഫാമിലിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസാദ സമർപ്പണം. അതുപോലെ 4 പേർക്കും വിഷുക്കൈനീട്ടം നൽകാൻ വേണ്ടിയിട്ട് സെക്രട്ടറി ശ്രീ സിജു ബിജു. അടുത്ത വരേണ്ട ഫാമിലി അമ്പളി ബാബുവാണ്. മകയിലെ നക്ഷത്രം അമ്പളി നമ്മുടെ ചെമ്മണ്ടൂർ നമ്മുടെ ഇടവെട്ടിക്കാരി തന്നെയാണ്. അമ്പളി ആ ഫാമിലിയെ കൂടി ക്ഷണിക്കുകയാണ്. നമ്മുടെ കമ്മിറ്റി അംഗം കൂടിയാണ് പ്രസന്ന ചേച്ചി. അവരെല്ലാവരെയും ക്ഷണിക്കുന്നു. ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്പളി ബാബു ചെമ്മണ്ടൂർ. ഭഗവാന് വെള്ളത്തിൽ കൊടുക്കാം. അമ്പളി കൂടാതെ നമ്മുടെ ഈ നകുലം പ്രതിഷ്ഠിച്ചതുപോലെ തന്നെ പഞ്ചപാണ്ഡവരിൽ ബാക്കി 4 പേർ പ്രതിഷ്ഠിച്ച മറ്റ് 4 ക്ഷേത്രങ്ങൾ കൂടി നമ്മൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. വൈശാഖ മാസത്തിൽ ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ഈ വർഷത്തെ വൈശാഖ മാസം ആരംഭിക്കുന്നത് ഈ മാസം 28-ാം തീയതി മുതൽ 5 ദിവസം കൂടിയുണ്ട്. 28 മുതൽ മെയ് 27 വരെയാണ്. അപ്പോൾ സപ്താഹത്തിൻ്റെ സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ രാവിലെ മുതൽ പങ്കെടുക്കാം. അതുപോലെ നമ്മുടെ ഈ ഭാഗവതം കേൾക്കാം. അതുകൊണ്ട് എല്ലാവരെയും വൈശാഖ പുണ്യമായി 5 ദർശനത്തിന് കൂടി ക്ഷണിക്കുകയാണ്. ഏപ്രിൽ 28 മുതൽ മെയ് 27 വരെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ കേട്ടു. അതുപോലെ തന്നെ ഭീമസേനൻ പ്രതിഷ്ഠിച്ച കോലാനി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, അർജുനൻ പ്രതിഷ്ഠിച്ച മുട്ടം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, സഹദേവൻ പ്രതിഷ്ഠിച്ച പെരുമ്പടിച്ചിറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ദിവസം 10-30 കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന ഈ ക്ഷേത്രമാണ്. ഈ 5 വിഷ്ണു ക്ഷേത്രങ്ങളാണ്. അതിൽ ആദ്യത്തെ 3 വിഷ്ണു ക്ഷേത്രങ്ങളും കിഴക്കോട്ടും മാതൃ പുത്രന്മാരായ നകുലും സഹദേവനും പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ പടിഞ്ഞാറുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു പുണ്യമാണ്. വൈശാഖ മാസത്തിൽ നമ്മളെല്ലാവരെയും നമ്മുടെ 5 ദർശനത്തിന് കൂടി ക്ഷണിക്കുകയാണ്. ഏപ്രിൽ 28 മുതൽ മെയ് 27. നമ്മുടെ സപ്താഹം മെയ് 4 മുതൽ 11 വരെയാണ്. 1-ാം തീയതി മുതൽ 11-ാം തീയതി വരെ ദശാവതാരം. നമ്മുടെ
അമ്പിളി ആൻഡ് ടീമിന് പ്രസാദം സമർപ്പിക്കുന്നതിന് ശേഷം ഇഷ്ടപ്പെടുന്നു. ശേഷം പ്രസാദം നമ്മുടെ അനൂപ് അവിട്ടം അവിടേക്ക് വിഷയത്തിനായിട്ട് കുട്ടികളായിരുന്നു ഇല്ല. അപ്പോൾ സ്വീകരിക്കുന്നത് അനൂപ് ആൻഡ് പാർട്ടി അവിട്ടം നക്ഷത്രം ഒരാളേ ഉള്ളൂ. സ്ഥലം എവിടെ? മറാല. അപ്പോൾ നമ്മുടെ അനൂപിന് വേണ്ടിയിട്ട് അനൂപിൻ്റെ അമ്മയാണോ പേര്? എന്തോ ചാർത്തേനി ചേച്ചിയാണ് അനൂപിന് വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു വഴിപാട് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയുടെ മനസ്സിലെ ആ ഒരു പ്രാർത്ഥന ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. തീർച്ചയായും അത്ഭുത കൃഷ്ണനായി ഔഷധ കൃഷ്ണനായി നൽകുന്ന ഭഗവാൻ ചേച്ചിയുടെ മകന് വേണ്ടിയിട്ട് ഇന്ന് തിരുവോണമുക്ക് നടത്തുകയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും അനൂപിനും കത്തേരി ചേച്ചി അവർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചേച്ചിക്ക് പ്രസാദം നൽകുന്നതുണ്ട്. അരവിന്ദ് പഞ്ചവടി അരവിന്ദിനെ ക്ഷണിക്കുന്നു. ചേച്ചിക്ക് വിഷുക്കഞ്ഞിടം അടുത്തത് പറയുന്നത് അർച്ചന തിരുവോണം. അനൂപ് നമുക്ക് നക്ഷത്രം അദ്ദേഹത്തിന് വേണ്ടി അമ്മ തിരുവോണം സമർപ്പിക്കുക. അടുത്തത് നമ്മുടെ അർച്ചന അർച്ചനയുടെ എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ മാസവും കൂടെ ഭഗവാന്റെ തിരുവോണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ നമ്മുടെ അനൂപിൻ്റെ അമ്മയ്ക്ക് പ്രസാദം സമർപ്പിക്കുകയാണ്. ഇവിടുത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ അനൂപിനും അമ്മയ്ക്കൊക്കെ വിഷ്ണുക്ക് നേട്ടം നൽകുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അർച്ചനയുടെ പിതാവിനെ ക്ഷണിക്കുകയാണ്. ഭഗവാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് അവർ ഇവിടെ ഇന്ന് ഈ സുദിനത്തിൽ ഭഗവാന് തിരുവോണമുട്ട് സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കിളമ്പി കൊടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അപ്പോൾ അർച്ചന പിതാവാണ് ഇപ്പോൾ ഭഗവാന് വിളന്ന് കൊടുക്കുന്നത്. ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു വഴിപാട് നടത്തുന്നതാണ്. ഇതിനൊക്കെ ഭഗവാൻ സാധിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹ വർഷം ജീവിതയാത്രയിലൂടെ പ്രാർത്ഥിക്കുന്നു. അർച്ചന ഫാമിലിക്ക് പ്രസാദം നൽകാൻ വേണ്ടി ശാന്ത ചേച്ചിയും കമ്മിറ്റിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ ബിഷപ്പ് നേട്ടം നൽകാൻ വേണ്ടി സെക്രട്ടറി ശ്രീ സിജു നിൽക്കുന്നു. അടുത്ത ഫാമിലി കൃഷ്ണപ്രിയ കൂരാടം അവരുടെ ഫാമിലി. ഈ അർച്ചന ആ ഫാമിലിക്ക് ഇപ്പോൾ പ്രസാദം നൽകാൻ വേണ്ടിയിട്ട് ശാന്ത ചേച്ചി വിഷുവിന് നേട്ടം നൽകുന്നത് നമ്മുടെ സെക്രട്ടറി ശ്രീ സിജു കുട്ടിയ. ജീവിതയാത്രയിൽ ഭഗവാന്റെ അനുഗ്രഹ പ്രവാഹം, ഐശ്വര്യം, അനുഗ്രഹപ്രവാഹം ജീവിതയാത്രയിലുടനീളം പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണപ്രിയ ആൻഡ് ഫാമിലിയെ ക്ഷണിക്കുകയാണ്. പട്ടാമ്പിയിൽ നിന്നാണല്ലേ ചേട്ടാ? പട്ടാമ്പിയിൽ നിന്ന് അവർ ഇന്നലെ എത്തിയതാണ്. അപ്പോൾ ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. രാവിലെ പ്രാർത്ഥനയിലാണ് ഫാമിലി. അപ്പോൾ തീർച്ചയായും ഇതിലെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ. അത്ഭുത കൃഷ്ണനായി ഔഷധ കൃഷ്ണനായി നൽകുന്ന എൻ്റെ വീട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ജീവിതയാത്രയിൽ ഉടനീളം ചെയ്തേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പട്ടാമ്പിയിൽ നിന്ന് എത്തിയ കൃഷ്ണപ്രിയ ഫാമിലി. ശിവചേട്ടൻ പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് വരാം. നമ്മുടെ കമ്മിറ്റിയിൽ ശിവശങ്കരൻ നായർ ശ്രീകല്ല് അവരുടെ ക്ഷണിക്കുകയാണ്. അടുത്തത് നമുക്ക് വിളവ് കൊടുക്കാനായി ഒരു മോഹനനായ ഭരണി എന്നാണ് ഫാമിലി. ഇപ്പോൾ കൃഷ്ണപ്രിയ പട്ടാമ്പിയിൽ നിന്നുള്ള കമ്പനികളായി ഭഗവാന് തിരുവോണം സദ്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ. ഇടവത്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ 100 വർഷം ജീവിതയാത്രയിലുടനീളം പ്രാർത്ഥിക്കുകയാണ്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് വന്നതിനേക്കാൾ 10 മടങ്ങ് ഭക്തജനങ്ങൾ ലോകമെമ്പാടും ഒരുപാട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ധാരാളം വിദേശ മലയാളികൾ. അവരൊക്കെ പ്രാർത്ഥന പറഞ്ഞ് മനസ്സോട് കൂടി ഫേസ്ബുക്കിൽ ലൈവ് ഉണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹം അവരിലൊക്കെയും അവർ ഫാമിലി കുടുംബത്തിലൊക്കെ ചെയ്തതിനൊക്കെ കൂടി പ്രാർത്ഥിക്കുകയാണ്. അവർക്കൊക്കെ ഇടവിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പ്രസാദം നൽകാൻ വേണ്ടിയിട്ട് ശിവചേട്ടനെ ക്ഷണിക്കുന്നു. ശിവശങ്കരൻ നായർ ശീങ്കല്ലയിൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കൃഷ്ണപ്രിയ കുടുംബത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതുപോലെ വിഷുക്കൈനീട്ടം നൽകാനായി സെക്രട്ടറി ശ്രീ സിജു ബി പിള്ള അവരുടെ ക്ഷണിക്കുകയാണ്. മോഹൻ ചേട്ടൻ വന്നിട്ടില്ലേ? മോഹനൻ നായർ ഭരണി ഉണ്ടോ? മോഹൻ ചേട്ടൻ്റെ ഫാദർ വേണോ? മോഹനൻ നായർ ഉണ്ടോ? ഇല്ലെങ്കിൽ രാജേശ്വരി ഭരണി നക്ഷത്രം ഉണ്ടോ? രാജേശ്വരി. സന്ദീപ് തിരുവാതിരയുണ്ട്. സന്ദീപിൻ്റെ ഫാമിലിയുണ്ട്. സ്ഥലം എവിടെ? നമ്മുടെ തൊടുപുഴയിൽ നിന്ന് എത്തിയ പ്രിയപ്പെട്ട സന്ദീപ്, അവർ ഫാമിലി. ഇടവത്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ വർഷം ചൊരിഞ്ഞ ഭഗവാൻ എത്ര വലിയ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. സംസ്കാരം കഴിയുമ്പോഴും അതുപോലെ തിരുവോണത്തിന് ശേഷമൊക്കെ ഭക്തജനങ്ങൾ പങ്കിടാറുണ്ട്. അതൊക്കെ നമ്മുടെയൊക്കെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വഴിപാടിൽ ഓൺലൈനായി പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാനെ അത്ഭുത കൃഷ്ണനായും ഔഷധ കൃഷ്ണനായും ഒക്കെ ഭക്തജനങ്ങൾ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്കൊക്കെയും അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് ശരീരത്തെ പരിശോധിക്കുന്ന ഭഗവാൻ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യട്ടെ. നമുക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് അടുത്ത മാസത്തെ സൗഖ്യ അഭിഷ്ട സിദ്ധി പൂജയും നമ്മളുടെ ഭാഗവത സമർപ്പണവും ഒരു ദിവസമാണ്. രണ്ടും ഞായറാഴ്ച മെയ് 11. അപ്പോൾ മെയ് 11 നമ്മുടെ അടുത്ത സൗഖ്യാഭീഷ്ട സിദ്ധി പൂജ. നമ്മുടെ ശിവചേട്ടനെ പ്രസാദം നൽകാൻ വേണ്ടി ക്ഷണിക്കുന്നു. അതുപോലെ വിശ്വകന്യകത്തിന് വേണ്ടിയിട്ട് നൽകാൻ വേണ്ടി സന്ദീപ് ആൻഡ് ഫാമിലി ആ കുടുംബത്തിന് നൽകുന്നത് സെക്രട്ടറിയാണ്. ഇനി വരാനുള്ളത് ശോഭന ചേച്ചിയാണ്. ശോഭന പുത്രം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസവും അല്ലേ വഴിപാടുണ്ടായിരുന്നു. ചേട്ടൻ സ്ഥലം എന്തോ രാമപുരം. രാമപുരത്തു നിന്ന് പ്രിയപ്പെട്ട ചേട്ടൻ്റെ പേര് ഓക്കെ സുരേഷ് ചേട്ടൻ കഴിഞ്ഞ മാസവും എനിക്ക് തോന്നുന്നു അടുത്ത മാസം ഉണ്ടെന്ന് തോന്നുന്നത്. അടുത്ത മാസവും സുരേഷ് ചേട്ടൻ്റെ വഴിപാടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫാമിലിയെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ മാസം സുരേഷ് ചേട്ടൻ്റെ പേരിലായിരുന്നു, ഇത്തവണ ശോഭന ചേച്ചിയുടെ പേരിലാണ്. രാമപുരത്ത് നിന്ന് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുരേഷ് ചേട്ടൻ ഫാമിലിക്ക് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിനുശേഷം നമുക്ക് വേണുചേട്ടനെ ക്ഷണിക്കാം. വേണുഗോപാൽ പ്രസാദം കൊടുക്കാൻ വേണുഗോപാലപിള്ള നമ്മുടെ കമ്മിറ്റിക്കുമാണ് പ്രസാദം നൽകുന്നത്. അതുപോലെ ഇന്ന് നമുക്ക് ഓൺലൈനായി വഴിപാട് നടത്തിയ അഭിഷേക് ദിവ്യാൻ ആഗ്രഹിച്ചിട്ട് നന്ദിക പ്രണവ് കൃഷ്ണ പ്രസന്ന ഭാസ്കർ രാജശ്രീ രാജൻ പ്രതീഷ് സുധീരൊക്കെ സുരേഷ് ഗൗരിക ശ്വേത സൗമ്യ സുരേഷ് സ്നേഹ രാകേഷ് തരുൺ ഭാസ്കർ അഭിഷേക്
പത്മ, കൃഷ്ണ നിരഞ്ജൻ ഇവർക്കൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഈ വിഷുവിന് വിഷുക്കൈനീട്ടം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടാത്തവരും ഇന്ന് ഇവിടെ വന്നിട്ട് കിട്ടാത്തവർക്കും ഇപ്പോൾ പ്രസിഡന്റ് എല്ലാവർക്കും വിഷുക്കൈനീട്ടം നൽകുന്നുണ്ട്. എല്ലാവരും ഈ ചടങ്ങ് കഴിയുമ്പോൾ അത് മേടിക്കാമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ സുരേഷ് ചേട്ടൻ ആൻഡ് ഫാമിലിക്ക് പ്രസാദം നൽകാൻ വേണ്ടി നമ്മുടെ കമ്മിറ്റി അംഗം ശ്രീ വേണുഗോപാലപിള്ള അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതുപോലെ വിഷുക്കൈനീട്ടം അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് സെക്രട്ടറി ക്ഷണിക്കുകയാണ്. ഇടവിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. നമുക്ക് വേണിച്ചേട്ടാ പ്രസാദം. വിഷുക്കൈനീട്ടം നൽകാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തതുപോലെ വിശിഷ്ട അതിഥികൾ അതുപോലെ ഇന്നത്തെ വഴിപാട് നടത്തുന്ന ആളുകൾ ആദ്യം നമ്മുടെ ഊട്ടുപുരയിലേക്ക് ചെല്ലുക. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള ആളുകൾ ദയവായി ആ ഒരു സിസ്റ്റം പിന്തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിശിഷ്ട അതിഥികൾ അതുപോലെ നമ്മുടെ ഇന്ന് വഴിപാട് നടത്തിയിട്ടുള്ള ആളുകൾ ആദ്യം